സൂര്യകുമാർ യാദവിൻ്റെ തകർപ്പൻ സെഞ്ചുറി മികവിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 106 റൺസിൻ്റെ ഗംഭീര വിജയം. ഇന്ത്യ ഉയർത്തിയ 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടം വെറും 95 റൺസിൽ അവസാനിച്ചു. ബർത്ത്ഡേ ബോയ് കുൽദീപ് യാദവിൻ്റെ 5 വിക്കറ്റ് പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ രണ്ടക്കത്തിലൊതുക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. ഉജ്ജ്വല സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റിങ്ങിന് കരുത്തേകിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ 2 മത്സരങ്ങളിലും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ സൂര്യകുമാർ തന്നെയാണ് പ്ലെയർ ഓഫ് ദി സീരീസും. നിർണായകമായ അവസാന മത്സരത്തിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആദ്യ 2 ഓവറിൽ 29 റൺസ് ഇന്ത്യ നേടിയെങ്കിലും 3-ാം ഓവറിൽ മഹാരാജ് ഗില്ലിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി. തൊട്ടടുത്ത പന്തിൽ തിലക് വർമ്മയും മഹാരാജ് കൂടാരം കയറ്റി. തുടർന്നെത്തിയ സൂര്യകുമാർ യാദവ് ജയ്സ്വാളുമൊത്ത് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യയെ മുമ്പോട്ട് നയിച്ചു. 34 പന്തിൽ നിന്നും ജയ്സ്വാളാണ് ആദ്യം അർദ്ധ സെഞ്ചുറി അടിച്ചത്. പിന്നാലെ 32 പന്തിൽ നിന്നും സൂര്യകുമാറും 50 പൂർത്തിയാക്കി. 14-ാം ഓവറിൽ ജയ്സ്വാൾ പുറത്താവുമ്പോൾ 41 പന്തിൽ 6 ഫോറും 3 സിക്സും സഹിതം 60 റൺസ് നേടിയിരുന്നു. റിങ്കു സിംഗ് ഒരു സിക്സർ ഉൾപ്പെടെ 14 റൺസ് നേടിയെങ്കിലും അതിവേഗം മടങ്ങി. അവസാന ഓവറിൽ സൂര്യകുമാർ 55 പന്തിൽ നിന്നും തൻ്റെ 4ാമത് T20 സെഞ്ചുറി പൂർത്തിയാക്കി. തൊട്ടടുത്ത പന്തിൽ വില്യംസനെ സിക്സർ പറത്താനുള്ള ശ്രമം പാഴായി പുറത്തായി. 56 പന്തിൽ 7 ഫോറും 8 സിക്സും ഉൾപ്പെടെ 100 റൺസ് സൂര്യ നേടിയിരുന്നു. അവസാന ഓവറിൽ 3 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും 201-7 എന്ന കൂറ്റൻ സ്കോറിലെത്താൻ കഴിഞ്ഞു. പതിവിന് വിരുദ്ധമായി ആദ്യ ഓവർ തന്നെ ഹെൻഡ്രിക്സിനെ വിറപ്പിച്ച് മെയ്ഡൻ ഓവറാണ് സിറാജ് എറിഞ്ഞത്. 2-ാം ഓവറിൽ മുകേഷ് കുമാർ മാത്യു ബ്രീറ്റ്സ്കയെ പുറത്താക്കി. വമ്പനടിക്കാരനായ ഹെൻഡ്രിക്സിനെ റണ്ണൌട്ടാക്കി ഇന്ത്യ മത്സരത്തിൽ മേധാവിത്വവും നേടിയെടുത്തു. തുടർച്ചയായി വിക്കറ്റെടുത്ത ഇന്ത്യ 42-4 എന്ന സ്കോറിൽ സൗത്ത് ആഫ്രിക്കയെ എത്തിച്ചു. 5-ാം വിക്കറ്റിൽ മില്ലർ ഫെരേരിയ കൂട്ടുകെട്ട് പൊരുതാനുള്ള ലക്ഷണങ്ങൾ പുറത്തെടുത്തെങ്കിലും ഫെരേരിയെ കുൽദീപ് ക്ലീൻ ബൗൾഡ് ചെയ്ത് ആഫ്രിക്കയുടെ 5-ാം വിക്കറ്റും വീഴ്ത്തി. 14-ാം ഓവറിൽ 3 വിക്കറ്റ് എടുത്ത് കുൽദീപ് യാദവ് സൗത്ത് ആഫ്രിക്കയെ 95 റൺസിൽ ഓൾ ഔട്ടാക്കി. അവസാന ബാറ്ററായി മില്ലർ പുറത്താവുമ്പോൾ 25 പന്തിൽ 2 ഫോറും 2 സിക്സും ഉൾപ്പെടെ 35 റൺസ് നേടിയിരുന്നു. 2.5 ഓവർ എറിഞ്ഞ കുൽദീപ് യാദവ് 17 റൺസിന് 5 വിക്കറ്റാണ് നേടിയത്. ജന്മദിനത്തിൽ ഒരു T20 ബൗളറുടെ ഏറ്റവും മികച്ച പ്രകടനവും ഇതുതന്നെയാണ്. T20 പരമ്പരയിലെ ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു. 2-ാം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക 5 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയപ്പോൾ അവസാന മത്സരം വിജയിച്ച ഇന്ത്യ പരമ്പര സമനിലയിലാക്കി. ഇനി ഡിസംബർ 17 ഞായറാഴ്ച മുതൽ ഏകദിന പരമ്പര ആരംഭിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.